ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കൂടെ എൻ്റെ ചേച്ചിക്ക് TC മേടിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ കോളേജിൽ പോകണം. ചേച്ചി മറ്റൂരാണ്, ശ്രീശങ്കര കോളേജ് കാലടി, അവിടെയാണ് പഠിക്കുന്നത്. സോ നമ്മൾ അപ്പം അതിന് TC മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വീട്ടിൽ ആരുമില്ല, അമ്മ ചേച്ചിമാരും. ചേച്ചി കോളേജിൽ പോയി, അമ്മ ജോലിക്കോ, അച്ഛനും ജോലിക്കോ, അച്ഛമ്മയും ജോലിക്കോ, എല്ലാവരും പോയി. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി അതിന് വേണ്ടി പോകുന്നത് നടന്നാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നിപ്പുഴ അല്ലേ, അവിടെ എത്തിയിട്ട് ബസ്സിൽ കയറിയിട്ട് നമ്മൾ എവിടെ ഇറങ്ങും? മറ്റൂര് ഇറങ്ങും. എന്നിട്ട് നമ്മൾ കോളേജിലേക്ക് നടക്കും. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി ബസ്സിൽ എത്തിയിട്ട് കാണാം അല്ലേ? ഓക്കേ, നമ്മൾ അമ്പലം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതിയില്ലേ? അതെ, കുറച്ച് നടന്നാൽ മതി. ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ക്യാമറമാനാണ് ചേച്ചി, എൻ്റെ എല്ലാം എഡിറ്ററാണ്, എല്ലാം ചില വീഡിയോ ഞാൻ എടുക്കുന്നത് എല്ലാം. അപ്പം നമുക്ക് ഇനി നടന്നു കൊണ്ടിരിക്കുന്നു. കാണിക്കൂ, ഇവിടുത്തെ വ്യൂ കാണിക്കൂ. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടു, ഇവിടുത്തെ വ്യൂ എന്ത് രസമല്ലേ? ഞാൻ ഇവിടെ ഉണ്ട്. ക്യാമറ തിരിഞ്ഞു പോയിന്ന് തോന്നുന്നു, കുഴപ്പമില്ല. നിങ്ങൾ ആകാശം കണ്ടോ? അവിടുത്തെ ആ മേഘം കണ്ടോ? അയ്യോ, എവിടെ? എൻ്റെ കൈ കാണാൻ വയ്യ. ആ മേഘം, തെങ്ങ്, അയ്യോ തെങ്ങ്. ചേച്ചി, അയ്യോ വണ്ടിയായിരുന്നു, ഞാൻ പേടിച്ച്. ആ എയർപ്ലെയിനല്ലേ. അപ്പം നമുക്കിനി താന്നിപ്പുഴ എത്തിയിട്ട് കാണാം. ഗൈസ്, പോണ വഴിക്ക് ഫുൾ വെള്ളമായിരുന്നു. രണ്ട് ഇപ്പുറം ഇവിടെ കണ്ടാൽ ഇവിടെ പിന്നെ റോട്ടിൽ വെള്ളം. അത് കാരണം എനിക്ക് നടക്കാൻ പറ്റണ്ടായിരുന്നില്ല. മറ്റേ കൈയൊരു നടപ്പാതേക്കടെയാണ് പോണത്. വീഴില്ല എന്ന് പോലെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി തിരിഞ്ഞോക്കെന്ന് പറയണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയത്. ഗൈസ്, അവിടെ ഫുൾ രണ്ട് സൈഡും വെള്ളമായിരുന്നു. മോട്ടർ അടിച്ചിട്ട് എങ്ങനെയാണോ എനിക്കറിയാൻ മേല. കണ്ടോ കനാലിൽ, ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. കണ്ടോ കനാലിലും വെള്ളം. പിന്നെ അവിടെ കണ്ടോ ഇതുപോലെ തന്നെ അവിടെ ഒരു ലോഡ് കണക്കിന് വെള്ളം. അപ്പം ഭയങ്കര പാടാണ് പോയി. ഞാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോയി ഇത് ശീലമുണ്ടാവും. കാരണം ഇവർ എപ്പോഴും ഇങ്ങനെയൊക്കെ നടന്ന് ശീലമുള്ളതുകൊണ്ട്. പക്ഷെ എനിക്കതിന് ശീലമില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ പോകണം നല്ല ഇഷ്ടമാണ്, അഡ്വഞ്ചറസ് ആയിട്ട്. ഇനിയിപ്പോൾ ബസ്സിൽ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് എനിക്ക് എപ്പോഴും നല്ല ഇഷ്ടമാണ്. പാടം കണ്ടു, പാടല്ലേ? പാടം നല്ല രസമാണ്. ഇവിടെയൊക്കെ നടക്കാൻ. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ പച്ചപ്പന്തൽ, പട്ട് വിരിച്ച പോലത്തെ നാടാണ് നമ്മുടെ. കനാലിലെ വെള്ളം കാണു ഗൈസ്, തെങ്ങിൻ തോപ്പുകൾ കാണു ഗൈസ്. അവിടെ ഇതെന്ത് ചെടിയാ? കപ്പയാണോ? കപ്പയുണ്ട്. കപ്പ വയ്ക്കാം, പക്ഷെ നമ്മൾ പറിക്കുന്നില്ല, പറിക്കാനും പാടില്ല. അപ്പം ഇവിടെ ഇല്ലിയൊക്കെ ഉണ്ട്. ഇല്ലിയല്ലേ അത്? വീട്ടിലില്ല കേട്ടത്. അപ്പം അത്രയ്ക്കുണ്ടോ. കനാലിൽ ഇവരിവിടെ തുണിയൊക്കെ അലക്കണം. ചിലട് അവിടെയൊക്കെ ആൾക്കാർ അലക്കും. പിന്നെ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഇവിടെ അലക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ചെറുതായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ ചെറുതായിട്ടൊക്കെ ഉണ്ട്. സ്കൂളിൽ പോകണൊക്കെ അംഗനവാടിയിലൊക്കെ ബാഗ് ഇട്ട് തൂക്കി ഇങ്ങനെ കുണി പോകണൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം എന്തായാലും പറഞ്ഞ് എത്താറായിട്ടുണ്ട്. നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പം നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക് വരും വണ്ടിയുടെ കൊച്ചാണ്. സോ കേൾക്കാൻ പറ്റുന്ന നമ്മൾ ബസ്സിൽ കയറി. നമ്മൾ ഇപ്പം തന്നെ എത്തൂലേ? ഭയങ്കര സ്പീഡിലാണ് പോണത്. ബ്ലോക്ക് ഉണ്ട് കേട്ടോ. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് സീറ്റ് കിട്ടി, ബട്ട് ഭയങ്കര വെയിലാണ്. കുഴപ്പമില്ല, ഇപ്പം തന്നെ എത്തും. സോ കുഴപ്പമില്ല. ഞാൻ പറയണത് കേൾക്കണ്ടോന്ന് പോലും എനിക്കറിയില്ല. അപ്പം അത്ര ഉള്ളു.
ഇത് പെരിയാർപ്പുഴയാണ് കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കണി നല്ല ഉറക്കം വരുന്നതാണ്. സോ ഇടയ്ക്ക് കണ്ണൊക്കെ അടച്ച് നിൽക്കും. അപ്പോൾ ചേച്ചി എടുത്തതാണ്. പക്ഷേ ഞാൻ ഇടക്കണ്ണിട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടു, അതിന് മുമ്പ് ഞാൻ കണ്ടില്ലായിരുന്നു. ഇത് ഞാൻ ശരിക്കും അറിയാണ്ട് എടുത്തതാണ് കേട്ടോ. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ചേച്ചി ഫോൺ നോക്കണ ഞാൻ വിചാരിച്ചെടുത്താണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തി, കോളേജിലെത്തിയില്ല. ഇതൊന്നും എനിക്ക് ഇടുന്ന ഇഷ്ടമല്ല. നമുക്ക് കുറച്ച് നടക്കാണ്ട്, ഇത് ഇങ്ങോട്ട് വരിക. കുറച്ച് നടക്കാണ്ട് 2 കോളേജ് അടുപ്പിച്ചാലേ. ഇത് ആദിശങ്കര്, ശ്രീശങ്കര്. അതിനകത്ത് ശ്രീശങ്കരയിലാണ് ചേച്ചി പഠിക്കുന്നത്. സോ പോകണം. ഇവിടെ കുറേ പേര് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒച്ചെടുക്കുമ്പോൾ എന്നെ എന്തോ അന്യഗ്രഹ ജീവനെപ്പം നോക്കുന്നു. പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ല. അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കഥയൊക്കെ പറഞ്ഞ് കുടയൊക്കെ ചൂടി പോകുന്ന. നമുക്കിനി എന്തായാലും അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ആ കുപ്പനെ നോക്കണുണ്ടോ കണ്ടോ? ഇവിടെയും വെള്ളം, എല്ലായിടത്തും വെള്ളം. നമ്മൾ പോകുമ്പോഴത്തേക്കടൊക്കെ വെള്ളം. വെയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം അയ്യോ വെയിൽ വന്നു കേട്ടോ ഗൈസ്. ഇവിടെ എന്താ കാടല്ലേ അയ്യോ ഒരു പറമ്പ് തന്നെ. അയ്യോ വെയിൽ തന്നെ കൊടുക്കും. അതിപ്പോൾ തണലായപ്പോൾ മാറ്റിയതാ പാടാ. എന്തൊക്കെയാ എൻ്റെ മുടിയിൽ ഇങ്ങനെ പോണ്ടി നിൽക്കുക. ഇപ്പം കട കാണിച്ചതാട്ടോ ഗൈസ്. അപ്പം ഇവിടെ ഇടയ്ക്ക് വെയിലുണ്ട്, ഇടയ്ക്ക് തണല്. ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് തണല്, ഇടയ്ക്ക് വാഴ. എൻ്റെ പേര് അങ്ങനെ അതന്നെ അതെൻ്റെ ശീലമൊക്കെ. ഞാൻ കോമഡിക്ക് പാന്ന് കാണിക്കുന്നുണ്ട്, അല്ലാണ്ട് ഞാൻ ശരിക്കും അങ്ങനെ കാണിക്കുന്നില്ല. ഓക്കെ, എനിക്കാണെങ്കിൽ ബോറടിക്കണം. കാരണം എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ചേച്ചിയാണെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ പോകണം. അല്ല ചുമ്മാ ചേച്ചി ഫുൾ ടൈം വളന്ന് കളയും. ചേച്ചിയുടെ സ്വഭാവം അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണിത്. പക്ഷെ തുറന്ന് നിർത്താത്ത സ്വഭാവം. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഇത് ഇടൂല, ചേച്ചി സമ്മതിക്കില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. എന്ത് പള്ളിയാ? അല്ല, ചെറിയ പള്ളിയുടെ പേര് നമ്മുടെ ഇങ്ങനെ ചെറിയൊരു പള്ളിയില്ലേ, ആ പള്ളി ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ടില്ല. വന്നിട്ട് ഒക്കല് വിട്ട് ഞാൻ അങ്ങോട്ട് പോവാറില്ല. ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് ഇവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ അപ്പം എന്തായാലും പോട്ടെ. ഇവിടെ ഫുൾ വെള്ളം. എത്തിയിട്ട് കാണാം. അങ്ങനെ പറഞ്ഞ പള്ളി ഇതാണ്. മറ്റിങ്ങനെ നമ്മളിങ്ങനെ എവിടെയെങ്കിലൊക്കെ ടൂർ പോകുമ്പോൾ ഇങ്ങനെ ചെറിയ ഇതുണ്ടാവും അല്ലേ? രണ്ടാമത്തെ പള്ളി അതല്ലേ ആ വെള്ളം? അതാ ഇതാണ്. ഞാൻ അവിടെ എത്തിയിട്ട് ഈ അപ്പൂപ്പനല്ല കേട്ടോ ആ പള്ളി. ഇത് ഈ വെള്ള അത് ഞാൻ അവിടെ എത്തിയിട്ട് ഡീറ്റെയിലായിട്ട് കാണിക്കാം. ഇതിനെ നിങ്ങൾ നോക്കണ്ട, അതിനെ നോക്കിയാൽ മതി. അയ്യോ അവിടെ എത്തട്ടെ. കൈസിലെ അടുത്ത പള്ളി, നെക്സ്റ്റ് പള്ളി അതുപോലത്തെ തന്നെ കണ്ടു. അവിടെ എന്തോ അയ്യോ കാണാൻ പറ്റുന്നില്ല. അല്ല ഇതാണ് ഗൈസ് ആദിശങ്കര കോളേജ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോണോ? നമ്മുടെ അല്ല, നമ്മുടേതല്ല. മീൻസ് അവർ ഇവരുടെ കോളേജല്ല. ഞാൻ അവിടെ ആയിരിക്കണം അല്ലേ? അല്ല അറിയില്ല, എവിടെയെങ്കിലൊക്കെ ഞാൻ പഠിക്കാട്ടോ. ഇതാണ് ആദിശങ്കര കോളേജ്. ഓട്ടോയുടെ സൗണ്ടാണ് കേൾക്കാൻ പറ്റാതെ അറിയില്ല. ഞാൻ തൊള്ളിട്ട് പറയുന്നുണ്ട്. ഉണ്ടോ ഇത് മറ്റേ കോളേജ് പോലെ ഉണ്ടല്ലോ. നേരെ വെച്ച് പോണേ. ഇതാണ് എത്തിയ കോളേജ് എത്തി. പാട്ടുപാടിക്കൊണ്ട് കോളേജ് എത്തി. I can give you life at the law. പറ്റി ഇതാണ് ശ്രീശങ്കര കോളേജ്. ഇവരുടെ കോളേജ് ഒരാട്ട് ഇവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ. പിന്നെ ഞാൻ വന്നിട്ടില്ല. എന്നിട്ട് ഇവരുടെ കോളേജ് നല്ല രസമല്ലേ? ഹേയ് സൂപ്പർബായിട്ടിത്. ഇവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ നടപ്പാതയൊക്കെ പോകണം. കോളവേലിന് എടുക്കണോ? കുടിക്കുമ്പോൾ സാസക്ക് ഒന്നും കാണിക്കാം.
അത് കുഞ്ഞിച്ചിരി ക്ലാസ്. ആ അതാണ് എൻ്റെ ഇളയ ചേച്ചി, ഞാൻ കാണിച്ചിട്ടില്ല എൻ്റെ ഇളയ ചേച്ചി. അപ്പം അതിൻ്റെ ക്ലാസ്സാണ് അത്. ഇത് FFBയാ, ഇതാ ആ അതന്നെ എന്തോ ഏതോ ഒരു സ്കൂളായിരുന്നു, എനിക്കൊന്നും അറിയില്ല. ഇനി നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോണം. 18ാം പടി എന്നാണ് ഇവർ പറയണത്, എൻ്റെ അടുത്ത് പറയാറുണ്ട് 18ാം പടി. ഇവർ ഞാൻ വിചാരിക്കും ആ എന്ത് ഇതിനെ 18ാം പടി എന്ന് എന്തോ പറയും ഇവര്. ഇത് ചേലമ്പലത്തിൻ്റെ സ്റ്റെപ്പ് അല്ലേ? അറിയില്ല. ചിരിച്ച് ഈ സ്റ്റെപ്പിൽ കൂടെയൊക്കെ ഞാൻ കയറി ഇറങ്ങായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുന്ന് ഇവിടെ പഠിക്കുന്നത് നല്ല ആഗ്രഹമാണ്. കാരണം നല്ല വൈബാണ് ഗൈസ് ഇവിടെയൊക്കെ. ചേച്ചിയൊക്കെ ഇവിടെ പഠിക്കുമ്പോൾ എന്നും വന്ന് പറയാം അങ്ങനെ പറയും. പക്ഷെ എനിക്കൊരാഗ്രഹം ഇവിടെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ലൈബ്രറി പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ലൈബ്രറിയിൽ പോയി. ലൈബ്രറിയിലാണ്. ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ മിണ്ടാൻ പാടില്ല. കീപ് സൈലൻസ്. കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഓക്കെ ഗായ്സ്, കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. ചേച്ചി അവിടെ ഉണ്ട്. അപ്പം നമ്മളിതൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഫുൾ റീൽസ് എടുക്കലായിരുന്നു. സോ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ലൈബ്രറിയിൽ വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അതിലൊക്കെ ഞാൻ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ മനസ്സിലാവുന്നൊക്കെ അറിയില്ല. ഇപ്പം നമ്മളെന്ത് ചെയ്യുക? വോയിസ് ഓവർ വേണ്ട. അത് തന്നെ വോയിസ് ഓവർ എടുക്കാം. വേണ്ട, കുഴപ്പമില്ല. എന്നിട്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് നമ്മൾ പോകുന്നു ഗൈസ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നു ചേച്ചി പറയുന്നു അല്ലേ? പക്ഷെ ഞാൻ ഒച്ചെടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ചേച്ചി പറയണം. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കും, നീ എന്താണ് ഡെയിൻമലി ഫോട്ടോന്നൊക്കെ. ഇല്ല കേട്ടോ, ചോദിച്ചോട്ടെ. അവിടെ ഒരു സെക്യൂരിറ്റി മാമൻ നിൽക്കുന്നുണ്ടോ? ഇല്ല, പോയി. അതെന്നെ നോക്കി ചിരിച്ച് പാപം. അല്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല സ്നേഹമാണ് ഗൈസ്. അല്ല കേട്ടോ, ഇവൾക്കും നല്ല സ്നേഹമൊക്കെയാണ്. സോറി, ഇവളല്ല ചേച്ചി. അപ്പോൾ നമ്മൾ ഇനി കോളേജിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോകുന്നു. ബൈ ഭയങ്കര വെയിൽ. നമ്മൾ കുട ഇതിപ്പോൾ ഇറക്കം പോലെയല്ലേ സംഭവം. ഇറക്കമല്ലേ, ഇറക്കം. ഇനിയിപ്പോൾ ബസ് പിടിച്ച് പോകണല്ലേ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടക്കണം. അല്ലാത്ത ജാതി. അപ്പം ഇനി നമ്മൾ ഫുൾ വണ്ടിയുടെ ഒച്ചാറിനോ ഒന്ന് കേൾക്കാനുള്ള എനിക്ക് വീഡിയോ എടുക്കണം. കേൾക്കാൻ പറ്റുന്നോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കതൊക്കെ ശീലമായി. കാരണം എവിടെ പോയാലും വ്ളോഗ് എടുത്ത് ചില വ്ളോഗ് എടുക്കും, ചിലത് ഞാൻ ഇടൂലാത്ത. എനിക്ക് ചിലപ്പോൾ ഞാൻ പറയണമെന്ന് എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. ഇത് ഞാൻ ഇടുമെന്ന് എനിക്കറിയില്ല. ഇടും, എന്തായാലും ഇടും. പിന്നെ അവിടെ ചെന്നെടുത്ത റീൽസൊക്കെ ഞാൻ എന്തായാലും ഇടും. ബിക്കോസ് അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചേച്ചിയാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ. സോ നല്ല ഭംഗിക്ക് തന്നെ എടുത്ത് തന്നിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഞാൻ ഇടും. എന്താ പറ്റുക തൂ അതല്ലല്ലോ, ഏതൊക്കെയോ പാട്ട് വെച്ചിട്ട് നമുക്കൊക്കെ ഇടുന്നുണ്ട്. അപ്പം അത്രയുള്ളൂ. ഇനി വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ബസ് കയറി എടുക്കുന്നില്ല, കാരണം ബസ്സിൽ കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടുമെന്ന് അറിയില്ല അല്ലേ. കാരണം ഇപ്പോൾ തിരക്ക് വരും എന്ന് ചേച്ചി പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ. ഈ കോളേജിൽ പോയ റീൽസൊക്കെ എടുത്ത് വേഗം തന്നെ. അപ്പോൾ
അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്ത ഫോട്ടോസ്. ഞാൻ ബൈ ബൈ പറഞ്ഞു എന്നാലും ഒന്നുകൂടി ബൈ ബൈ പറയാൻ വന്നതാണ്. അപ്പം എനിക്കിതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇതല്ല കുറച്ചും കൂടി എടുത്തായിരുന്നു, പിന്നെ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ബൈ, സ്റ്റേ സേഫ്.